ജാതി മത വർഗ ചിന്തകൾക്ക് അതീതമായി നമ്മൾ ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ശത്രുവെന്ന് നമ്മൾ മുദ്ര കുത്തുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മതേതര രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മൂന്ന് കൂട്ടർക്കെതിരെയുള്ള കടന്നുകയറ്റം. അങ്ങനെയുള്ളൊരു ഭരണാധികാരിയാണ് ഈ രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് അവർക്കെതിരെയുള്ള സന്ധിയില്ലാത്ത സമരമാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. പ്രിയമുള്ള സഖാക്കളെ, ഈ സമ്മേളനങ്ങൾ പറയുന്നതും അത് തന്നെയാണ്. ഈ വർഗീയ ശത്രുവിനെ തുരത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഉത്തരവാദിത്വമാണ്. അങ്ങനെയുള്ള ഉത്തരവാദിത്തത്തിലിരിക്കുന്ന ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും ചെങ്കൊടിയെടുത്ത് അവൻ ഏകോദര സഹോദരങ്ങളെ പോലെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള സമയത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഇവിടെ മനുഷ്യന് ജീവിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ് ഇനി നമ്മൾ നടത്തേണ്ടത്. ജാതിയുടെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിൽ മനുഷ്യനെ വേർതിരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുവാൻ ഇവർ പ്രേരിപ്പിച്ച ഘടകം വിചാരധാരയാണെങ്കിൽ, പ്രിയമുള്ള സഖാക്കളെ, ഈ മനോക്കോട് ഈ രാജ്യത്ത് നടപ്പിലാക്കുകയില്ല, അതിനെതിരെ ശബ്ദമുയർത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരായ ഓരോ വ്യക്തികളും ഇത്തരം സമ്മേളനങ്ങളെ ചർച്ച ചെയ്യുന്നതും ആ ചർച്ചയ്ക്ക് അനുസൃതമായിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതും. 25ാം പാർട്ടി കോൺഗ്രസ് ചണ്ഡീഗഡിൽ നടക്കുമ്പോൾ ഇതിനെല്ലാം ഒരു മറുപടി എന്ന വണ്ണം ഈ രാജ്യത്തിൻ്റെ സമ്മേളനങ്ങൾ ഉറ്റുനോക്കുന്നതെല്ലാം ഈ രാജ്യത്തെ വർഗീയ ശത്രു എന്ന് പറയുന്ന BJPയുടെ വർഗീയ ഫാസിസ്റ്റ് ഭരണത്തെ ഇല്ലായ്മ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ നടത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.